ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിന് പ്രത്യാശയുടെ പുതുവെളിച്ചം നൽകി യേശുക്രിസ്തുവിൻ്റെ ജനന പെരുന്നാൾ ഡിസംബർ 25 മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ലോകമെമ്പാടും അതിവിപുലമായി ആഘോഷിച്ചു. 25 ദിവസത്തെ ഉപവാസത്തിനും നോമ്പനുഷ്ഠാനത്തിനും ശേഷമാണ് ജനന പെരുന്നാൾ കൊണ്ടാടിയത്. പരിശുദ്ധ സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാനയും ജനന പെരുന്നാൾ ശുശ്രൂഷയും തീജ്വാല ശുശ്രൂഷയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെയും അഭിവന്യ പിതാക്കന്മാരുടെയും വന്യ വൈദികരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ വേദന അനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് സമാധാനം പകരാൻ നമുക്ക് കഴിയണമെന്നും പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ 3 മക്കളെയും നഷ്ടമായ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്കായി തീർത്ത പുൽക്കൂട് നാം കാണണം, ദുരന്തബാധിതരുടെ പുനരധിവാസം ഇനിയും വൈകരുതെന്നും തൻ്റെ ക്രിസ്തുമസ് ദിന സന്ദേശത്തിൽ പരിശുദ്ധ ബാവ ഓർമ്മിപ്പിച്ചു. സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ ന്യൂ ഇയർ ക്രിസ്മസ് പരിപാടികൾ അഭിവന്യ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികൾ വീക്ഷിച്ചതിന് ശേഷം അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെ അനുമോദിക്കുകയും ഇവിടുത്തെ കുട്ടികൾ സാധാരണ കുട്ടികളെക്കാൾ സമചിത്തതയുള്ളവരാകട്ടെന്നും അവരുടെ പ്രകടനമാണ് യഥാർത്ഥ ക്രിസ്മസ് സന്ദേശമെന്നും മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രായോഗികമാക്കുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആശംസിച്ചുകൊണ്ട് പ്രശാന്ത് കാഞ്ഞിരമറ്റം സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിച്ചു. വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് സന്തോഷവും പ്രോത്സാഹനവും സാക്ഷാത്കാരവും നൽകുന്നതാണെന്ന് പ്രൊഫസർ ടി.K. വർഗീസ് അഭിപ്രായപ്പെട്ടു. റവറൻ ഫാദർ മത്തായി ഇടയനാൽ കോർപ്പിസ്കോപ്പായുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ കുറ്റിക്കാട്ടിൽ ഫാദർ K.S. സക്കറിയ, ഫാദർ ചെറിയാൻ മുണ്ടയ്ക്കൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. പരുമല ആശുപത്രിയിലെ ക്രിസ്മസ് ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി നിർവഹിച്ചു. ആശുപത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ MC പൗലോസ്, പരുമല സെമിനാരി മാനേജർ KV പോൾ റമ്പാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിരുപ്പിറവിയുടെ സന്തോഷത്തെ കൊണ്ടാടുവാനായി കോഴിക്കോടുള്ള വിവിധ ക്രൈസ്തവ സഭകളിലെ ഇടയന്മാർ മൗണ്ട് ഹെർമോൻ ഓർത്തഡോക്സ് അരമനയിൽ മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ ക്ഷണം സ്വീകരിച്ച് ഒരുമിച്ചുകൂടി. വർത്തമാന കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. ഏവർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന പരമമായ വിശ്വാസ സത്യം പ്രഖ്യാപിച്ച ഭാരതത്തിൻ്റെ അപ്പോസ്തോലനും കാവൽ പിതാവുമായ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രോനോ പെരുന്നാൾ ഡിസംബർ 21 ശനിയാഴ്ച പരിശുദ്ധ സഭ ഭക്തിയോടെ ആചരിച്ചു. കർത്താവിൻ്റെ ശിഷ്യനായി ക്രിസ്തു സുവിശേഷവുമായി AD 52 ഈ ഭാരതത്തിൻ്റെ മണ്ണിലെത്തി AD 72 തിരുനണം ചീന്തി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിട്ട് 1952 ആണ്ടുകൾ തികഞ്ഞു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1952 വാർഷികത്തോടനുബന്ധിച്ച് മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ ശ്ലീഹ സ്ഥാപിച്ച നിരണം, നിലയ്ക്കൽ, കൊല്ലം, തിരുവിതാംകോട്, ആർത്താറ്റ് എന്നീ ദേവാലയങ്ങളിലും മുളന്തുരുത്തിപ്പള്ളിയിലും ഭക്തിപുരസ്സരം ആചരിച്ചു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ കബറിടത്തിൽ മദ്രാസ് ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്തയും വൈദികരും പ്രാർത്ഥന നടത്തി. വിവിധ ദേവാലയങ്ങളിലെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ മോറന്മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായും അഭിവന്യ പിതാക്കന്മാരും മുഖ്യകാർമ്മികത്വം വഹിച്ചു. മലങ്കര സഭ ഭരണഘടനാ രൂപീകരണത്തിൻ്റെ 90ാം വാർഷിക സമ്മേളനം ഡിസംബർ 26 കോട്ടയം MD സെമിനാരി വളപ്പിൽ നടത്തപ്പെട്ടു. സഭാ ഭരണ സംവിധാനത്തിന് അടുക്കും ചിട്ടയും നിയമപരമായ പരിരക്ഷയും പ്രദാനം ചെയ്യുന്ന സഭാ ഭരണഘടന 20ാം നൂറ്റാണ്ടിൽ ഭാരതത്തിലുണ്ടായ നവോത്ഥാനത്തിൻ്റെ പ്രതിഫലനമാണെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രസ്താവിച്ചു. ദൈവോന്മുഖമായ സഭാദർശനത്തിലും ഉന്നതമായ ജനാധിപത്യ ബോധത്തിലും ഊന്നിയ സഭാ ഭരണഘടന എപ്പിസ്കോപ്പസിയും ജനാധിപത്യവും സമഞ്ജസമായി സമന്വയിച്ച ഭരണ സംവിധാനത്തിൻ്റെ പ്രമാണരേഖയാണെന്നും പരിശുദ്ധ ബാവ ഓർമ്മിപ്പിച്ചു. 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിക്കും സഭാ ഭരണഘടനയ്ക്കും വിധേയമായി മലങ്കര സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സഭ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു.
കോട്ടയം MD സെമിനാരിയിൽ ചേർന്ന മലങ്കര സഭാ ഭരണഘടന നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ. പഴയ സെമിനാരിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനകദോസ് സെക്രട്ടറി ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈദിക സെമിനാരിയും ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക്കും സംയുക്തമായി അവതരിപ്പിച്ച ഗാനശുശ്രൂഷയും സഭാ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളുടെ എക്സിബിഷനും സമ്മേളന സ്ഥലത്ത് ക്രമീകരിച്ചിരുന്നു. മലങ്കര സഭ അൽമായ ട്രസ്റ്റിയായിരുന്ന യശശരീരനായ മുത്തൂറ്റ് MG ജോർജിന്റെ ഉടമസ്ഥതയിൽ കൊടുങ്ങല്ലൂരിലുള്ള സ്ഥലം മർത്തോമൻ സ്മൃതി ഹെറിറ്റേജ് സമുച്ചയം നിർമ്മിക്കുവാനായി അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ സഭയ്ക്ക് കൈമാറിയതായും എറണാകുളം പാലാരിവട്ടത്ത് ഉടൻ തന്നെ പരിശുദ്ധ സഭയുടെ ഒരു PR സെന്റർ ആരംഭിക്കുന്നുവെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ അറിയിച്ചു. 1934 ഡിസംബർ 26 മലങ്കര അസോസിയേഷൻ ചേർന്ന അതേ സ്ഥലത്ത് തന്നെയാണ് 9 പതിറ്റാണ്ടുകൾക്ക് ശേഷം നവതി ആഘോഷം നടന്നത് എന്ന പ്രത്യേകതയും സമ്മേളനത്തിനുണ്ട്. മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ ദേഹവിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് യോഗം ആരംഭിച്ചത്. മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അഭിവന്യ പിതാക്കന്മാരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. മലങ്കര സഭ ഭരണഘടനയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി മാർ ഏലിയ കത്തീഡ്രലിന്റെ മുൻപിൽ നിർമ്മിക്കുന്ന നവതി സ്മാരക കവാടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പരിശുദ്ധ കാതോലിക്ക ബാവ നിർവഹിച്ചു. എല്ലാ കോടതി വിധികളോടും ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരേ നിലപാടാണെന്നും നിയമം വഴിയുള്ള വ്യവസ്ഥാപിത സമാധാനമാണ് സഭയുടെ ലക്ഷ്യമെന്നും ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പോലീത്ത. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി പുറത്തു വന്ന ശേഷം അസാധാരണമായ ഒരു സ്വീകാര്യത ദൃശ്യ പത്ര നവമാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടായി. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായങ്ങൾ വരുമ്പോൾ കാണിക്കുന്ന ഈ സ്വീകാര്യത വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ഈ ആഹ്ലാദവും സന്തോഷവും ബഹുമാനപ്പെട്ട കോടതിയുടെ എല്ലാ വിധികളിലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠത്തിന്റെ ഓരോ നിർദ്ദേശങ്ങളും നീതിപൂർവമായ സമാധാനത്തിലേക്കുള്ള വഴി എന്ന നിലയിൽ സർവാത്മന സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് എക്കാലത്തും എടുത്തിട്ടുള്ളത്. നമുക്ക് അനുകൂലമായി വരുന്നത് സ്വാഗതം ചെയ്യുകയും മറ്റുള്ളത് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. തലമുറകളെ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ഈ വ്യവഹാര ചുഴിയിൽ നിന്ന് കരകയറുവാൻ ബഹുമാനപ്പെട്ട നീതിപീഠം നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുക എന്നതാണ് ഓർത്തഡോക്സ് സഭ പിന്തുടരുന്ന നിലപാട്. ഇതിനു മുൻപും ഇരുവശത്തെയും അംഗസംഖ്യയുടെ ലിസ്റ്റ് കണക്കാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷകന്റെ സാന്നിധ്യത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അതിനാവശ്യമായ കോടതി ചെലവ് ഇരുവിഭാഗവും കെട്ടിവെച്ച് മുന്നോട്ട് പോയപ്പോഴും ഏകപക്ഷീയമായി അതിനെ തള്ളി പുതിയ ഭരണഘടനയും പുതിയ സഭയുമായി പ്രഖ്യാപിച്ചത് ഇന്നും നമ്മുടെ കൺമുൻപിൽ ഉണ്ട്. അങ്ങനെ പരസ്യമായി നിയമത്തെ വെല്ലുവിളിക്കുന്നവർ ഇന്നലത്തെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആഹ്ലാദിക്കുന്നത് കാണുമ്പോൾ അതിശയം തോന്നുന്നു. ഈ സ്വീകാര്യതയും ആഹ്ലാദവും 2002 കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരേ കൂടാരത്തിൽ നമുക്ക് ദൈവത്തെ ഒറ്റ സഭയായി നിന്ന് സ്തുതിക്കുവാൻ സാധിക്കുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ സഭയുടെ ഇടവകകളുടെ സെമിത്തേരികൾ ആരെ സംസ്കരിക്കുന്നു, ആ ആൾ എങ്ങനെയാണ് മരിച്ചത് തുടങ്ങിയ നിയമപരമായ കാര്യങ്ങളൊക്കെ ഇടവക രജിസ്റ്ററുകൾ രേഖപ്പെടുത്തി സൂക്ഷിച്ച് ഉത്തരവാദിത്വത്തോടെ നിറവേറ്റേണ്ടത് അതാത് ഇടവകകളാണ്. സഭയ്ക്ക് വ്യക്തമായ രേഖകളോ നിയമങ്ങളോ ഇല്ലാതെ സഭയുടെ പള്ളികളുടെ സെമിത്തേരികളിൽ മൃതശരീരം സംസ്കരിക്കുവാൻ ഇത് 30 വെള്ളിക്കാശിന് വാങ്ങിയ കുശവന്റെ നിലമല്ല എന്ന് പൊതുസമൂഹം അറിഞ്ഞിരിക്കണം. സഭയുടെ സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ പൊതുസ്ഥാപനങ്ങൾ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാകയാൽ ആ കാര്യത്തിലെ സാമൂഹിക പ്രതിബദ്ധത സഭ എക്കാലവും സൂക്ഷിക്കുമെന്നതിന് തർക്കമില്ല. എന്നാൽ ഇവയുടെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് നിയമവ്യവസ്ഥയിൽ കൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുടെ വ്യക്തത ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിക്കുവാൻ സഭയ്ക്ക് ലഭിച്ച ഈ സുവർണ അവസരത്തെ മലങ്കര ഓർത്തഡോക്സ് സഭ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. മുൻപുണ്ടായ ഒരു കോടതി വിധികളെയും ഇനി പുനഃപരിശോധിക്കുകയില്ല എന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാതിരിക്കാൻ ഉപകരിക്കും. ഇരുവിഭാഗവും ഈ വിധി സ്വാഗതം ചെയ്യുന്നതിനാൽ സഭയുടെ സമാധാന ഭാവിക്കുള്ള ശുഭകരമായ ലക്ഷണമായി ഇതിനെ കാണട്ടെയെന്നും അഭിമന്യ തിരുമേനി പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെണ്ണിക്കുളം സെന്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം
സ്കൂൾ മാനേജർ അഭിമന്യു ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത നിർവഹിച്ചു. ലോഗോ പ്രകാശനം സഭാ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ നിർവഹിച്ചു. വന്നി വൈദികർ, സ്കൂൾ പ്രിൻസിപ്പൽ, അധ്യാപകർ, സ്റ്റാഫ്, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മുളന്തുരുത്തി പള്ളിയിൽ നടന്നത് പെരുന്നാൾ അലങ്കോലമാക്കുവാനും മലങ്കര സഭയുടെ പള്ളികളിൽ ഇപ്പോഴും സംഘർഷമെന്ന് വരുത്തി തീർക്കുവാനുമുള്ള ആസൂത്രിത ശ്രമം. പെരുന്നാൾ റാസയുമായി ബന്ധപ്പെട്ട് മുൻധാരണകൾ തെറ്റിച്ച് യാക്കോബായ വിഭാഗം ശബ്ദ കോലാഹലമുണ്ടാക്കി മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയും അവർ മുളന്തുരുത്തി പള്ളിക്കുള്ളിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. പോലീസ് നോക്കി നിൽക്കെയാണ് യാക്കോബായ വിഭാഗം നിയമം കയ്യിലെടുത്തത്. ഇതേ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പോലീസ് അധികാരികൾക്ക് പരിക്കേൽക്കുകയും മലങ്കര സഭയുടെ വിശ്വാസികളുടെ പേരിൽ മാത്രം കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മുളന്തുരുത്തി മർത്തോമൻ പള്ളി സന്ദർശിച്ചു. വികാരി ഫാദർ ജെയിംസ് വർഗീസ്, ഇടവക ഭാരവാഹികൾ എന്നിവരുമായി ആശയവിനിമയം നടത്തി. MGOCSM മിഷണറി ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം ജുവനൈൽ ഹോമിൽ വെച്ച് ഭാഗ്യസ്മരണാർഹനായ സക്കറിയ മാർ തെയോഫിലോസ് തിരുമേനിയുടെ സ്മരണാർത്ഥം സ്നേഹാർദ്രം ജയിൽ മിനിസ്ട്രി നടത്തപ്പെട്ടു. സഭയുടെ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവും വർക്കിംഗ് കമ്മിറ്റി അംഗവും ചേപ്പാട് പള്ളി ഇടവക അംഗവുമായിരുന്ന ഏവരത്ത് കിഴക്കേതിൽ പരേതനായ ഐ സാമുവലിൻ്റെ പിൻതലമുറക്കാർ ഹരിപ്പാട് NH 66 സമീപം ഏകദേശം 40 കോടി രൂപ വില വരുന്ന 5 ഏക്കറോളം സ്ഥലം പരിശുദ്ധ സഭയ്ക്ക് സൗജന്യമായി നൽകി. ആയതിൻ്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് നടത്തി. മാവേലിക്കര ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി, മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ജോൺ സി പനച്ചൻ, മെത്രാസന കൗൺസിൽ അംഗങ്ങൾ, കോട്ടയം മെത്രാസന സെക്രട്ടറി KM സക്കറിയ അച്ഛൻ, ഏവരത്ത് കിഴക്കേതിൽ കുടുംബാംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട KM സക്കറിയ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അഭിനന്ദനം അറിയിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നേതാക്കളോടും മലങ്കര സഭയ്ക്ക് സമദൂര സമീപനമാണുള്ളതെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി വ്യക്തമാക്കി. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിൽ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്തയുടേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും മലങ്കര സഭയ്ക്ക് സമദൂര നിലപാടാണുള്ളതെന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയോടും നിഷേധാത്മക സമീപനം വേണ്ടെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ വ്യക്തമാക്കി. ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹം വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അത് എല്ലാ തലങ്ങളിലും സഭ വ്യക്തവും ശക്തവുമായി പറഞ്ഞിട്ടുണ്ടെന്നും ഇനിയും പറയുമെന്നും പരിശുദ്ധ ബാവ മലങ്കര സഭ ഭരണഘടനയുടെ നവതി ആഘോഷങ്ങളുടെ വിവരങ്ങൾ പൊതുസമൂഹത്തെ ധരിപ്പിക്കുവാൻ വിളിച്ച പ്രസ് മീറ്റിൽ പറഞ്ഞു. കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷത്തിൽ അതിഥിയായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസിൻ്റെ ക്ഷണപ്രകാരം മലങ്കര സഭയുടെ ഡൽഹി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിമിത്രിയോസ് തിരുമേനി ആഘോഷങ്ങളിൽ സംബന്ധിച്ചു. മലയാള സാഹിത്യത്തിന് പുതിയ ഭാവുകത്വം നൽകിയ വിസ്മയ കഥകളുടെ പെരുന്തച്ചൻ ശ്രീ MD വാസുദേവൻ നായർ വിടവാങ്ങി. 91 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, പത്രാധിപർ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, ലേഖകൻ, പ്രഭാഷകൻ, നാടകകൃത്ത്, നടൻ, സംവിധായകൻ, നാടക പരിഭാഷകൻ, ഗാനരചയിതാവ്, ബാലസാഹിത്യകാരൻ, അധ്യാപകൻ, സംഘാടകൻ, ഭരണാധികാരി, ജ്ഞാനപീഠമടക്കമുള്ള പുരസ്കാരങ്ങളുടെ ജേതാവ് എന്നിങ്ങനെ ഇടപെട്ട ഇടങ്ങളിലെല്ലാം തൻ്റെ കയ്യൊപ്പ് ആഴത്തിൽ പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു MD വാസുദേവൻ നായർ. നവതിയുടെ നിറവിലായിരുന്നപ്പോൾ MDയെ കോഴിക്കോട്ടെ ഭവനത്തിലെത്തി പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കഴിഞ്ഞ ജനുവരി മാസം സന്ദർശിച്ചിരുന്നു. മലയാള സാഹിത്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച പ്രിയ എഴുത്തുകാരൻ്റെ ശവസംസ്കാരം ഡിസംബർ 26 നടത്തപ്പെട്ടു. MD വാസുദേവൻ നായരുടെ വേർപാടിൽ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി അനുശോചനം അറിയിച്ചു. ശ്രീ MD വാസുദേവൻ നായർ സാറിൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെയും നാടിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. MGOCSM രാജ്യാന്തര വാർഷിക സമ്മേളനം ഡിസംബർ 26 മുതൽ പരുമലയിൽ ആരംഭിച്ചു.
മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ രാജ്യാന്തര വാർഷിക സമ്മേളനം 26 മുതൽ 29 വരെ പരുമലയിൽ നടത്തപ്പെടുന്നു. ഡിസംബർ 26 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MGOCSM പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിക്കുന്ന യോഗങ്ങളിൽ ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്, വോക്കിംഗ് ഇൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന ചിന്താവിഷയമാണ് സമ്മേളനം ചർച്ച ചെയ്യുക. ഡിസംബർ 27 ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ്, റവറൻ സാം കോശി, ഡോക്ടർ സേതു PS, ബിനു കെ സാം, ഡോക്ടർ മാത്യൂസ് ജോസ് എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് നടന്ന യുവജന സെമിനാർ കേരള യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് നാരായൺ MLA, ജ്യോതി രാധിക വിജയകുമാർ, പ്രവീൺ വർഗീസ് തോമസ് തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ടാലന്റ് നൈറ്റിൽ രാജ് കലേഷ് മുഖ്യാതിഥിയായി. 28 ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, മാധ്യമപ്രവർത്തകൻ ടോം കുര്യാക്കോസ്, ഡോക്ടർ MB ജോർജ് ഗോറപ്പിസ്കോപ്പ എന്നിവർ പങ്കെടുത്തു. MGOCSM സീനിയർ ഫ്രണ്ട് സംഗമം ഡോക്ടർ ഗിവറീസ് മാർ കൂറിലോസ് ഉദ്ഘാടനം ചെയ്തു. 29 ചലച്ചിത്ര താരം ജഗദീഷ് സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് വെസ്റ്റ് ബംഗാൾ ഗവർണർ ഡോക്ടർ ആനന്ദ് ബോസ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ സ്വീകരണം നൽകി. ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഡൽഹി എയിംസിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെയും നാടിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. പന്തളം നഗരസഭ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അച്ഛൻ കുഞ്ഞ് ജോണിനും പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ സ്മരണാർത്ഥം മാർത്തോമൻ പൈതൃക സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ അഖില മലങ്കര പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജ്യോത്സനയ്ക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.